സാറേ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഇതാ നാളെ അവസാന ഘട്ടം 1-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ 7 ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ജൂൺ 4-ാം തീയതി റിസൾട്ട് വരും. അവസാന ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം പഞ്ചാബാണ്. ഏറ്റവും ഒടുവിൽ കാണുന്ന ചില വാർത്തകൾ, പഞ്ചാബ് മറന്നുപോയ, ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങൾ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയമായി മാറുന്നു എന്നാണ്. പ്രത്യേകിച്ച് സുവർണക്ഷേത്രവും ആ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മർമ്മപ്രധാനമായ സംഭവങ്ങളും പഞ്ചാബ് മറന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. സാറ് ശ്രദ്ധിച്ചോ അത്? അത് ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 കോൺഗ്രസ് സർക്കാർ ജൂൺ 1 മുതൽ ജൂൺ 6 വരെയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ബിന്ദ്രൻവാലയെ പിടിക്കാനായിട്ട് സുവർണക്ഷേത്രത്തിൽ കയറുക, എന്നിട്ട് ഫ്ലഷിംഗ് ഔട്ട് ഈ ഭീകരവാദികളുടെയൊക്കെ. അത് ജൂൺ 1 തുടങ്ങിയിട്ട് ജൂൺ 6 വരെ ആണ് നടന്നത്. അപ്പോൾ ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇതിൻ്റെ 40-ാം വാർഷികമാണ്. അപ്പോൾ ഈ 40-ാം വാർഷികം സാധാരണഗതിയിൽ ഇപ്പോൾ പ്രകാശ് സിംഗ് ബാദൽ, ശിരോമണി അകാലിദളിൻ്റെ നേതാവ്, എല്ലാ പ്രചാരണ യോഗങ്ങളിലും ഇത് പറയുന്നു എന്ന് മാത്രമല്ല, ഈ മിക്കവാറും ജില്ലകളിലൊക്കെ ഇതിൻ്റെ ബാനറുകൾ, പോസ്റ്ററുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. സുവർണക്ഷേത്രത്തിൻ്റെ മുമ്പിലും വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ഈ തകർന്നുപോയ അകാൽ തഖ്തിന്റെ ചിത്രം ആണ്. ഈ ബാബറി മസ്ജിദിന്റെ ഒരു ചിത്രം നമ്മൾ ഇടക്കിടയ്ക്ക് ഇവിടെ മറക്കരുത് എന്ന് പറയുന്നത് പോലെ അകാൽ തഖ്ത്, ഡാമേജ്ഡ് ആയിട്ടുള്ള അകാൽ തഖ്തിന്റെ ഒരു ചിത്രം വെച്ചിട്ട് എല്ലായിടത്തും 100ഓളം ബാനറുകൾ, പോസ്റ്ററുകളൊക്കെ പല ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ട്. ശിരോമണി അകാലിദളാണ് അത് ഉയർത്തുന്നത്. അവർ മാത്രമല്ല, അവരുടെ ആയിട്ട് ബന്ധമുള്ള ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി, അമൃതക്ഷേത്ര, മറ്റേ SGPC, ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തമുള്ള അവരും പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ സാധാരണ ഈ അകാലിദള് എല്ലാ വർഷവും ജൂൺ 6-നാണ് ഇതിന്റെ വാർഷികം കൊണ്ട് ആചരിക്കുന്നത്, അവസാന ദിവസം. ആ വാർഷികത്തിൽ ഇവരങ്ങനെ പങ്കെടുക്കാറും ഒന്നുമില്ല. അതും SGPC ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷെ ഇത്തവണ നമ്മൾ ഇതിലും മൊത്തം പങ്കെടുക്കണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുത്ത ടർബൻ ജൂൺ 4 മുതൽ 6 വരെ എല്ലാവരും കറുത്ത ടർബൻ ധരിക്കണം എന്ന് ജത്തേദാർ രഘുബീർ സിംഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൗണ്ടിംഗ് തീയതി തൊട്ട് ഇവരുടെ ഈ അനുസ്മരണ ദിനം, വോട്ടെടുപ്പ് ബലം അറിയുന്ന ആഘോഷ ദിവസങ്ങളിൽ കറുത്ത ടർബൻ ധരിക്കണം ജൂൺ 4 മുതൽ 6 വരെ. എന്നിട്ടിപ്പോൾ സുവർണക്ഷേത്രത്തിൻ്റെ അകത്ത് ഷഹീദി ഗാലറി പണിതിട്ടുണ്ട്. ഷഹീദുകൾ, രക്തസാക്ഷികളുടെ ചിത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു അകത്ത്, അതിന്റെ വളപ്പിൽ തന്നെ ഷഹീദി ഗാലറി പുതുതായിട്ട് തുറന്നതാണ്. എന്ന് പറഞ്ഞാൽ ബിന്ദ്രൻവാലയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുമായ തീവ്രവാദികളുടേതുമാണ് ഇപ്പോൾ ഈ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ അവർ ആഘോഷം. അത് തന്നെ ക്ഷേത്രത്തിന് മുമ്പിലും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഗാലറി എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഇപ്പം 20 വയസ്സുള്ള ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. 40 കൊല്ലം മുമ്പത്തെ അല്ലേ. അതുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കണം. പിന്നെ 1984 ശേഷം നടന്ന സിഖ് വിരുദ്ധ കലാപം ഉണ്ടല്ലോ, ഈ ഇന്ദിരയുടെ കൊലയ്ക്ക് ശേഷം, അതിനെ സംബന്ധിച്ച് അവൈലബിൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കണം. വോട്ടല്ല ചരിത്രം. അതുകൊണ്ട് നമ്മൾ വോട്ടിന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ ചരിത്രം പഠിപ്പിക്കുകയാണ് എന്ന് ഈ നേതാക്കൾ പല ആളുകളും ഇത് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് അവർ പറയുന്നു. എന്നിട്ട് ഈ ഫരീദ് കോട്ട്, സംഗ്രൂർ, ഖാദൂർ സാഹിബ്, ഭട്ടിൻ്റെ 4 മണ്ഡലങ്ങളിൽ ആപ്പിൻ്റെയും കോൺഗ്രസിൻ്റെയും ആപ്പീസ് പൂട്ടും എന്നാണ് റിപ്പോർട്ടുകൾ.
ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ തീപ്പൊരി ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് ഫരീദ് കോട്ടിലെ ഈ ബിയൻ സിംഗിന്റെ മകൻ, ഇന്നലെ കൊന്ന ബിയൻ സിംഗിന്റെ മകനാണ് സ്ഥാനാർത്ഥി ഫരീദ് കോട്ടില്. സംഗ്രൂരില് സിമ്രൻജിത് സിംഗ് മാൻ, പോലീസ് ഓഫീസർ പഴയ, അദ്ദേഹം നിലവിലെ MP അദ്ദേഹമാണ് വീണ്ടും മത്സരിക്കുന്നത് അവിടെ. ഖാദൂർ സാഹിബിലെ അമൃത്പാൽ സിംഗ് മത്സരിക്കുന്നു, പുതിയ സിഖ് ഭീകരൻ. ഭട്ടിന്റെയില് ലാഖ സിധാന എന്ന് പറഞ്ഞ ഈ മിലിറ്റന്റ് തന്നെ മത്സരിക്കുന്നു. അപ്പോൾ പറഞ്ഞാല് ഈ സിഖ് തീവ്രവാദികൾ എല്ലാം മറയും നീക്കി നമ്മുടെ മുഖ്യധാര തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ഒരു പക്ഷേ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരിക്കും ഈ അധ്യായം. ഇതിനു മുമ്പ് നമ്മൾ പരാമർശിച്ചു പോയിട്ടുണ്ട്, നമ്മൾ പല ടോക്കിന്റെ അകത്തുമൊക്കെ. പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് എന്താണെന്നുള്ളത് അത്ഭുതകരം, വലിയ 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 അത്ഭുതം തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ പോസ്റ്ററുകളൊക്കെ ധാരാളം കണ്ടു മാഷെ, അവിടെ കൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ അത്ഭുതം തന്നെയാണ്, വലിയ അത്ഭുതമാണ്. മാത്രമല്ല അത് വളരെ ആശങ്കാജനകമാണ്. എനിക്ക് ഇതിൽ ഒരു സാറിനോട് എനിക്കൊരു സംശയം തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ പ്രകാശ് സിംഗ് ബാദൽ, ഇപ്പോൾ അകാലിദള് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരാ മുന്നണികളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് അത് ചതുഷ്കോണ മത്സരം അവിടെ. ആം ആദ്മി ഒന്ന് വേറെ, കോൺഗ്രസും വേറെ, BJPയും വേറെ. അവിടെ ഇന്ത്യ മുന്നണി ഒന്നുമില്ല. ഇല്ല. BJP വേറെയാണ്, ഇവര് വേറെ നിൽക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം പ്രധാനപ്പെട്ട മുഖ്യധാരാ പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികളോട് നിന്നൊക്കെ ഏതാണ്ട് വേറിട്ട് സ്വന്തമായൊരു പാതയിലേക്ക് ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ തീവ്ര വിശ്വാസികളുടെ ഒരു സിഖ് സമുദായം വരുന്നു എന്നല്ല ഇതിനർത്ഥം. ആണ്. അപ്പൊ ഇത് ഒരു ചോദ്യം ഈ അകാലിദളുകാരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, അപ്പോഴാണ് അവര് പറയുന്നത് ഞങ്ങൾക്ക് വോട്ടല്ല, ഞങ്ങൾക്ക് ചരിത്രമാണ് പ്രധാനം എന്ന് പറഞ്ഞു. വോട്ടിന് വേണ്ടിയൊക്കെ തന്നെയായിരിക്കുമല്ലോ ഇപ്പൊ ഈ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, വേറൊന്നുകൂടി ഉണ്ട് സാർ ചരിത്രത്തിൽ. മാത്രമല്ല, ചതുഷ്കോണ മത്സരത്തിൽ ഹിന്ദു വോട്ട് വേണമെങ്കിൽ BJPക്ക് പൊക്കോട്ടെ, സിഖ് വോട്ടിന്റെ കൺസോളിഡേഷൻ വന്നാ മതി. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വേറൊരു അപകടം, ഇപ്പോൾ ഭിന്ദ്രൻവാല ഉള്ള കാലത്ത് പോലും SGPC അല്ലെങ്കിൽ അവരുടെ മതസഭയാണല്ലോ, അത് മതകാര്യങ്ങൾ നോക്കുന്നവരാണല്ലോ, അവർ പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. SGPC അവരുടെ കാര്യങ്ങൾ, മതം വേറെയും അതുകൊണ്ടാണ് അകാലിദൾ ഈ വാർഷികത്തിലും ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക പരിപാടികളിലും പങ്കെടുക്കാതിരുന്നത് ഇതുവരെ. അതുകൊണ്ടാണ് ഇത്തവണ ഒന്നിച്ച് അപ്പൊ ആ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് സാർ. എന്ന് പറഞ്ഞാൽ സിഖ് രാഷ്ട്രീയ പാർട്ടിയും സിഖ് മതസമൂഹവും ഇനി അങ്ങോട്ട് ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ള ചിത്രമാണ്. അതുണ്ടാക്കുന്ന ഒരു ആശങ്ക, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവനെടുത്ത തീവ്രവാദ പ്രസ്ഥാനത്തിന് മതസമൂഹത്തിന്റെ പൊതു പിന്തുണ കിട്ടുന്നു. അതെ, ആ രാഷ്ട്രീയ പാർട്ടി തീവ്രവാദികളെ തന്നെ സ്ഥാനാർത്ഥികളാക്കി മുന്നോട്ട് പോകുന്നു. അത് എനിക്ക് ഇപ്പൊ മാഷ് പറഞ്ഞപ്പോൾ തോന്നിയത് എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ ദിവസം ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകൻ ഇപ്പൊ കോൺഗ്രസിലാണ്, മുമ്പ് ആപ്പിലായിരുന്നു. അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ അദ്ദേഹത്തിന് ആപ്പിന്റെ ഓവർസീസ് ചുമതലയുണ്ടായിരുന്നു, വിദേശകാര്യ ആപ്പിന്റെ വിദേശ സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ പിരിവിനൊക്കെ കാനഡയിലും ജർമ്മനിയിലൊക്കെ പോകുമ്പോൾ ഈ സിഖ് സമൂഹത്തിൻ്റെ, അത് ഈ 134 കോടി രൂപയുടെ കാര്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ ആപ്പിന് കിട്ടിയത്, അവിടെ ചെല്ലുമ്പോൾ ആ ഓഫീസുകളിൽ ഭിന്ദ്രൻവാലയുടെ ഒക്കെ ചിത്രം വെച്ചിരിക്കുന്നു. നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ടതുണ്ടോ എന്ന് തിരിച്ചു വന്നിട്ട് കെജ്രിവാളിനോട് ചോദിച്ചു. അപ്പോൾ കെജ്രിവാൾ ഒഴിഞ്ഞു മാറി, കാശല്ലേ വന്നോട്ടെ എന്നുള്ള മട്ടില്. അപ്പോൾ ഈ പ്രൊഫസർ ബുള്ളർ എന്ന് പറഞ്ഞപ്പോൾ ജയിലിൽ കിടക്കുന്നില്ല, അങ്ങനെ വീട്ടിലൊക്കെ പോയി പഞ്ചാബിലെ ഒരു രാത്രി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഈ കെജ്രിവാൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിഖ് സമുദായത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഭഗവന്ത് മാനാണല്ലോ അവിടെ മുഖ്യമന്ത്രി, ആപ്പ് സിഖ് സമുദായത്തിൻ്റെ അകത്ത് ആപ്പ് കടന്നു കയറുന്നത് തടയുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിലുണ്ടാവില്ലേ എന്നൊരു സംശയം. ഒന്നുണ്ടാവാം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇതിനിടയാക്കിയ ഒരു മനസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വലിയ സേവനം ചെയ്തവർ, നമ്മുടെ സൈന്യത്തിൽ വലിയ പങ്കുള്ളവർ, നമ്മുടെ വ്യാപാര ശൃംഖലയിലും കർഷക മേഖലയിലും വലിയ പങ്ക് വഹിക്കുന്നവർ, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ തള്ളിക്കളയാവുന്നവരല്ലല്ലോ ഒരു ഇന്ത്യൻ പൊളിറ്റിയിൽ, ഇന്ത്യൻ മുഖ്യധാരയിൽ. അവരുടെ മനസ്സെങ്ങനെയായിരിക്കും മാറി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ സാർ, ചരിത്രത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം,
ഈ വിഭജനക്കാലം തൊട്ട് സിഖുകാർക്ക് കടുത്ത ശത്രുത ഉണ്ടായിരുന്ന മുസ്ലിങ്ങളോടാണ്. അതെ. ആ ഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 84 ഒരു നിർണായകമായ വർഷമാണ്. 84 ശേഷം ഇപ്പോൾ പഞ്ചാബിൽ കാര്യമായി ഇപ്പോൾ വളരെ മുമ്പ് അവിടെ സംയുക്ത വിദഗ്ധകളിലൊക്കെ മത്സരിക്കുകയും അതിൻ്റെ ഏകോപന ചുമതല നമ്മുടെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സുർജിത്ത്, അന്നത്തെ ജനസംഘം, CPM ഒക്കെ ഒന്നിച്ച് നിന്നൊരു ഈ വിഭജനത്തിന് ശേഷം വന്നൊരു ക്ലീൻസിങ് നടന്നോടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പഞ്ചാബിൽ, ഇന്ത്യൻ പഞ്ചാബിൽ കാര്യമായി മുസ്ലിം പോപ്പുലേഷൻ ഇല്ലാത്ത വിധത്തിൽ ആ വിഭജനം കൊണ്ടുണ്ടായ ദുരന്തമാണ്. മുഴുവനും ഒന്നുകിൽ ആളുകൾ പോവുകയോ അല്ലെങ്കിൽ സ്വയം പോവുകയോ ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കലാപം കൊണ്ട് അപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പഞ്ചാബ് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേകിച്ച് സെക്യുലർ കോൺഗ്രസിലേക്കായാലും ഈ പറഞ്ഞ കുറച്ചെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക്, ആദ്യകാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ണാണ്. 84 നിർണായകമാണ്. 84 ശേഷം സംഭവിച്ചിരിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, പഞ്ചാബികൾ അല്ലെങ്കിൽ സിഖുകാർ കോൺഗ്രസിനെ വെറുത്തിരിക്കുന്നു, പ്രധാനപ്പെട്ട ഘടകം. 2, ലേറ്റസ്റ്റ് സാറ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്ത സാറ് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ വാർത്ത വെച്ച് നമ്മൾ കാണേണ്ടത് പഞ്ചാബി മനസ്സ് ഹിന്ദു വിരുദ്ധവുമായിരിക്കുന്നു എന്നുകൂടിയാണ്. ആ ചോദ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉഴപ്പിക്കഴിഞ്ഞ മറുപടിയാണ് കിട്ടിയത്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയില്ല, ഞങ്ങൾ ചരിത്രം യുവാക്കളെയും കൂടി പഠിപ്പിക്കാൻ പോവുകയാണെന്നുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നത് ഒരേ സമയം ഇപ്പൊ കോൺഗ്രസ് വിരുദ്ധമായ മനസ്സ് ആപ്പിന് അനുകൂലമായി വന്നു, അവർ അധികാരത്തിൽ വന്നു. ഹിന്ദു വിരുദ്ധമായ മനസ്സിലായിരിക്കില്ലേ ഇപ്പോൾ BJP-യെ പണിപ്പെട്ട് മാറ്റി നിർത്താനുള്ള ശ്രമം കൂടി ആവില്ലേ? അതുകൊണ്ടായിരിക്കണം സഖ്യത്തിന് ഒന്നും മുതിരാതിരുന്നതും. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ അപകടങ്ങളുടെ സൂചനയാണത്. ഒന്ന്, ആരുടേതാണ് സിഖ് സമുദായത്തിൻ്റെ മനസ്സ് ആരുടെ കയ്യിലാണ്? അത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിക്ക് നേതൃത്വമുള്ള ഒരു സമാധാന പ്രേമികളും ഗുരുനാനാക്കിൻ്റെ മനസ്സുള്ള മുഴുവൻ ഇന്ത്യയെ ഒന്നിച്ചു ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് സംസ്കാരമായിരുന്നല്ലോ. അതിനകത്ത് നിന്ന് തീവ്രവാദത്തിൻ്റെ ലാഞ്ചന കണ്ടതാണ് നമ്മൾ ഭിന്ദ്രൻവാല തൊട്ട്. ഇപ്പോൾ ഭിന്ദ്രൻവാലയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ശുഹദാക്കളായി, ഷഹീദായി വാഴ്ത്തുന്ന ഒരു കൾച്ചർ, അതിന് ശിരോമണി അകാലിദൾ യാതൊരു മറയുമില്ലാതെ പിന്തുണക്കുന്ന മനസ്സ്. ആ മനസ്സ് വന്നത് ഈ ആപ്പ് ഭയങ്കരമായിട്ട് ഈ തീവ്രവാദികളെ ആശ്ലേഷിച്ച് അതിനൊരു വിശ്വാസ്യത കൊടുത്തല്ലോ. വേറൊരു ഈ SGPC ഒക്കെ മാറി നിന്നിട്ടുണ്ടാകാം ഈ തീവ്രവാദികളിൽ നിന്നൊക്കെ, പക്ഷെ ആപ്പ് അതിനൊരു വിശ്വാസ്യത കൊടുത്തല്ലോ. തീർച്ചയായിട്ടും കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത് അകാലിദൾ ഇനിയിപ്പോൾ ഈ ചതുഷ്കോണ മത്സരത്തിൽ കുറച്ച് സീറ്റുകൾ അകാലിദൾ ജയിച്ചു. ഈ നവ തീവ്രവാദികൾ ഉണ്ടല്ലോ, സിഖ് പന്നുൻ എന്നൊക്കെ പറഞ്ഞ് കാനഡ കേന്ദ്രമായിട്ട് ട്രൂഡോയൊക്കെ പിന്തുണയ്ക്കുന്ന അവരുടെ പൈസയൊക്കെ 134 കോടി രൂപ ഞങ്ങൾ കൊടുത്തു പന്നുൻ ആപ്പിന് കൊടുത്തത്. പക്ഷെ ആത്യന്തികമായി ഇപ്പോൾ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ സാറേ. ആ പൊളിറ്റിക്സ് 84 മുമ്പ് നമുക്ക് അവിടെ അകാലിദൾ ജയിക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അകാലിദളല്ല പുതിയ ജയിച്ചു വരാൻ പോകുന്ന. എത്ര സീറ്റ് പിടിച്ചാലും ആ പിടിക്കുന്ന സീറ്റ് മാരകമായ ഇന്ത്യ വിരുദ്ധ തീവ്രവാദ മനസ്സുള്ള ഭീകര പ്രവർത്തനം നടത്താനിടയുള്ള ഒരു കാലത്ത് അന്യം നിന്നുപോയ വിഘടനവാദം പോലും ഉയർത്താനിടയുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 4 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞത്. ആ 4 മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണെന്ന് ഞാൻ വായിക്കുന്ന റിപ്പോർട്ടുകളിലും കാണുന്നു. ഒന്ന് ഈ ബിഎൻ സിംഗിന്റെ മകൻ നിൽക്കുന്ന സ്ഥലം, അത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് SC സംവരണ മണ്ഡലമാണത്, ഫരീദ് കോട്ട്. അപ്പൊ ഈ ബിഎൻ സിംഗ് പട്ടിക ജാതിയിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് വരുന്നു. അപ്പോ ഈ മറ്റേ അമൃത് പാൽ ആസാമിലെ ജയിലിൽ കിടക്കുന്ന ആളും ഒക്കെ കടന്നു കൂടുകയൊക്കെ ആണെങ്കിൽ ഭീകരമായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അകാലിദൾ ഇപ്പോൾ ഈ ചതുഷ്കോണ മത്സരത്തിൽ ജയിച്ചു വരാൻ പോകുന്ന അകാലിദൾ പഴയ നമ്മൾ കേട്ട പണ്ട് പഞ്ചാബ് ഭരിച്ച അകാലിദളല്ല, ഒരു പുതിയ അകാലിദളാണ്. അതിന് പുതിയ മനസ്സുണ്ട്, പുതിയ വിദേശപ്പണമുണ്ട്, പുതിയ അജണ്ടയുണ്ട്. ആ അജണ്ട പഞ്ചാബ് വിരുദ്ധം മാത്രമല്ല, ദേശവിരുദ്ധം കൂടിയായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അത്രയാണ് അനുമാനിക്കാൻ പറ്റുക. ബാക്കി നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. നന്ദി സാർ.